ദുബായ് RTN ബസ്സിലാണ് നമ്മൾ ഹത്തയിലേക്ക് പോകുന്നത്. സബ്ക ബസ് സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ ബസ് കയറിയത്. അതായത് ബനിയാസ് മെട്രോ സ്ക്വയറിൻ്റെ അടുത്താണ് ഈ സബ്ക ബസ് സ്റ്റേഷൻ. 10 ദിറംസാണ് ദുബായ് ടു ഹത്ത ബസ് ചാർജ്. ഹത്തയുടെ മലകളുടെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുള്ള ബസ് യാത്ര അടിപൊളിയാണ്. ഹത്തയിലേക്ക് ദുബായിൽ നിന്ന് പല ഭാഗത്തുനിന്നും ബസ്സുണ്ട്. പക്ഷേ അവിടുത്തെ ദുബായ് മാളിൻ്റെ മുമ്പ് അൽഖുബൈബ അവിടത്തേക്ക് 25 റംസാണ് ചാർജ് വരുന്നത്. സബ്ക ബസ് സ്റ്റേഷനിൽ നിന്ന് 10 റംസേ ചാർജുള്ളൂ. പക്ഷേ അരമണിക്കൂർ കൂടുതലിരിക്കണം. നമ്മൾ ഹത്ത എത്താറായി. ഇതാണ് ഹത്ത ലേക്ക് സൈഡ്. ഇതിൻ്റെ 2 സൈഡിൽ വണ്ടി നിർത്തി കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഹത്ത ബസ് സ്റ്റാൻഡിലെത്തി. ഹത്ത ബസ് സ്റ്റാൻഡിൽ നിന്ന് എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടിലേക്കും അരമണിക്കൂർ കൂടുമ്പോൾ ബസ് സർവീസ് ഉണ്ട്. നമ്മുടെ നോയൽ കാർഡ് തന്നെ പഞ്ച് ചെയ്താൽ മതി. 2 ദിറംസേ ആവുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഹത്ത ഡാമിലേക്കാണ് പോകുന്നത്. ഹത്ത ഡാമിൻ്റെ കാഴ്ചയും പിന്നെ കയാക്കിനുള്ള സൗകര്യമുണ്ട്. കയാക്കിനുള്ള അഡീഷണൽ ടിക്കറ്റ് എടുക്കണം. RTN ഷട്ടിൽ ബസ് എത്തി. ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. അടുത്ത സ്പോട്ടായ ഹെറിറ്റേജ് വില്ലേജിലാണ് എത്തിയത്. നമ്മൾ ഹെറിറ്റേജ് വില്ലേജിലെ കാഴ്ച കണ്ട് നമ്മൾ ഹത്ത ബസ് സ്റ്റാൻഡിലേക്ക് തന്നെ എത്തി. അവിടുന്ന് ഭക്ഷണം കഴിച്ചു. നല്ല ഭക്ഷണമായിരുന്നു. ഫിഷ് ഫ്രൈ അടക്കം 8 റംസ്. അതിനുശേഷം നമ്മൾ വാദി ഹബിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദുബായിൽ നിന്ന് ഹത്തയിലേക്ക് 130 കിലോമീറ്റർ ഉണ്ട്. ഹത്തയിൽ നിന്ന് ഒമാനിലേക്ക് 10 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം വാദി ഹബ്ബ് എത്താറായി. വാദി ഹബ്ബ് ഒരു സാഹസിക വിനോദ കേന്ദ്രമാണ്.
കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതിനൊക്കെ അഡീഷണൽ ടിക്കറ്റ് എടുക്കണം. പിന്നെ ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഒരുപാട് ചുറ്റിക്കാണാനുള്ള ഒരുപാട് ഏരിയ ഉണ്ട്. വാദി ഹബ്ബ്. ഹത്തേന്ന് സബ്ക ബസ് സ്റ്റേഷനിലേക്കുള്ള ലാസ്റ്റ് ബസ് 7:30 അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.